Hi students, welcome to a new class. Today we are going to discuss about the opportunities and threats of Indian companies in international market. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനികൾക്കുള്ള അവസരങ്ങളും അതുപോലെ തന്നെ ത്രെട്ടുകളും പ്രയാസങ്ങളും എന്തൊക്കെയാണ്, ഭീഷണികളും എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First of all, we are going to discuss the features of international marketing. ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് എ ബ്രോഡർ മാർക്കറ്റ്. ആസ് കമ്പയറിംഗ് വിത്ത് ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്, ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഈസ് എ ബ്രോഡർ മാർക്കറ്റ്. ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്, അവൈലബിൾ എ ബ്രോഡർ മാർക്കറ്റ് വൈൽ കമ്പയറിംഗ് വിത്ത് ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രോഡർ ആയിട്ടുള്ളൊരു മാർക്കറ്റ് അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ദാറ്റ് മീൻസ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ സെയിൽ ഇൻക്രീസ് ചെയ്യാനും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, സാധ്യമാവുന്നു. സെക്കൻഡ് വൺ, പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് അൺകൺട്രോളബിൾ വേരിയബിൾ. നിയന്ത്രിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള വിവിധ തരത്തിലുള്ള വേരിയബിൾസിൻ്റെ പ്രസൻസ് എവിടെയുണ്ട്? ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ വ്യത്യസ്തമായ അൺകൺട്രോളബിൾ വേരിയബിൾസിൻ്റെ സെറ്റുകളുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ, ബെറ്റർ കോമ്പീറ്റൻസി ഈസ് റിക്വയർഡ്. ഇഫ് എ ഡൊമസ്റ്റിക് കമ്പനി എൻ്ററിങ് ഇൻ ടു ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്, ദാറ്റ് ഡൊമസ്റ്റിക് കമ്പനി നീഡ്സ് ബെറ്റർ കോമ്പീറ്റൻസ്. ദാറ്റ് കമ്പനി നീഡ്സ് ബെറ്റർ കോമ്പീറ്റൻസ്. ആ കമ്പനിക്ക് എന്താവശ്യമുണ്ട്? ബെറ്റർ കോമ്പീറ്റൻസ് ആവശ്യമുണ്ട്. കാര്യശേഷി, കാര്യക്ഷമതയൊക്കെ ആവശ്യമായിട്ടുണ്ട്, പ്രവർത്തനക്ഷമതയൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഈസ് വെരി കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ദർ ഹാവ് സോ മെനി കോമ്പറ്റീറ്റേഴ്സ്. ദ നെക്സ്റ്റ് വൺ, ഇൻറ്റൻസ് കോമ്പറ്റീഷൻ. The competition in international market is very high when comparing with the domestic market. There are so many competitors in the market with the same and homogeneous product. So competition എപ്പോഴും കൂടുതലായിരിക്കും. Risk and challenge is comparatively high. Business risk, business challenges is comparatively high while comparing with the domestic business. ഡൊമസ്റ്റിക് ബിസിനസ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ റിസ്ക്കുകളും ചാലഞ്ചസും വളരെയധികം ഉണ്ടാവും. പൊളിറ്റിക്കൽ റിസ്ക്, ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, ഇതൊക്കെ കൂടുതലായിരിക്കും കമ്പയറിംഗ് വിത്ത് ഡൊമസ്റ്റിക് ബിസിനസ്. ജനറലി കണ്ടക്റ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ. ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ദ ബിസിനസ് ഈസ് കണ്ടക്റ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ ബേസിസ് ബിക്കോസ് in international marketing there is a huge customer base. We want to satisfy the needs of huge customer base. For that purpose the companies are producing in large scale at cheaper cost. That is called economies of scale. Then developed countries and MNCs dominates the market. In international market or international marketing, the developed countries and multinational companies dominates. Developed countries and multinational transnational companies are dominates the international market. Then presence of international restriction. There are so many restrictions such as trade barriers and non-trade barriers on international business for international marketing. Operations are very complex and complicated. The operations of international marketing is very complex and complicated. Next, functions of international marketing. What are the functions of international marketing? International marketing inde അന്താരാഷ്ട്ര വിപണനത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഡിസൈനിങ് ദ റൂട്ട് എൻട്രി സ്ട്രാറ്റജി ഫോർ മാർക്കറ്റിംഗ്. വിപണനത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡിസൈൻ ചെയ്യേണ്ടത് എന്താണ്? ഏത് എൻട്രിയാണ്, ഏത് മോഡ് ഓഫ് എൻട്രിയിലൂടെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഡിസൈൻ ചെയ്യണം. സെക്കൻഡ് വൺ, സെലക്ഷൻ ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ്. ദെൻ സെക്കൻഡ് വൺ, സെലക്ടിങ് ദി മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റ് എവിടെയാണ്, ഏത് മാർക്കറ്റാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം.
അതുപോലെ പ്രൊഡക്റ്റുകളെ സെലക്ട് ചെയ്യണം. എന്ത് പ്രൊഡക്റ്റാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യണം. ചൂസിങ് ദിസ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിതരണ ശൃംഖല, വിതരണ മാർഗം ഏതൊക്കെയാണെന്ന് തീരുമാനിക്കണം. ഡിസൈനിങ് എ പ്രൈസിങ് പോളിസി ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് പ്രോപ്പർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ, പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഡിസൈനിങ് സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ഗെറ്റിംഗ് ഇൻസൈറ്റ് ഇൻ ടു സെൻസിറ്റീവ് ഏരിയാസ് ഓഫ് എത്തിക്സിൻ്റെ സെൻസിറ്റീവ് ഏരിയാസിലേക്കുള്ള ഒരു ഇൻസൈറ്റ് അകക്കണ്ണ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. Then we are moving to the problems of international marketing. While international marketing performs, there are so many problems associated with it. ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രോബ്ലംസ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ താരിഫ് ബാരിയേഴ്സ്, ട്രേഡ് ബാരിയേഴ്സ് എന്ത് ചെയ്യുന്നു, ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്, ബ്യൂറോക്രസി റിലേറ്റഡ് പോളിസീസ്, ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ബാധിക്കുന്നു. ആൻഡ് ഡൈവേഴ്സിറ്റീസ് ഇൻ ലാംഗ്വേജ്, കൾച്ചർ, ലൈഫ് സ്റ്റൈൽ എക്സെട്ര ഓൾസോ മെയിൻ പ്രോബ്ലംസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഈസ് ദി അനദർ ഫാക്ടർ. ആൻഡ് പ്ലേസ് കൺസ്ട്രെയിൻസ്, ദ കൺസ്ട്രെയിൻസ് റിലേറ്റഡ് ടു ദി പ്ലേസ് ഓഫ് ദി ബിസിനസ്. ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, volatile exchange rate is also a problem of international marketing. The continuous change, spontaneous change in the exchange rate is a problem in international marketing. The norms and ethics differ in different countries. ഓരോ രാജ്യത്തും നോംസും എത്തിക്സും എന്താണ്, വ്യത്യസ്തമായിരിക്കും. സോ ആ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിനെ സ്വാധീനിക്കും. ടെററിസം ആൻഡ് റേസിസം ഈസ് ദ അനദർ പ്രോബ്ലം. ടെററിസവും അതുപോലെ റേസ്, നമ്മുടെ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വംശീയ അധിക്ഷേപം ചെയ്യുന്നതൊക്കെ എന്താണ്, തീവ്രവാദമൊക്കെ എന്താണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ആണ്. ഗ്ലോബൽ വാർമിംഗ്, കലാമിറ്റീസ്, ഡിഫറൻസസ് ഇൻ കറൻസീസ്, വെയ്റ്റ്സ്, മെഷേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഈസ് ഓൾസോ അനദർ പ്രോബ്ലം. പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ച് ഓഫ് കൺട്രി, ഓരോ രാജ്യത്തിൻ്റെയും പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ച് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ബാധിക്കുന്നതാണ്. ട്രേഡ് ലിബറൽ ആയിരിക്കില്ല. എക്കണോമിക് ക്രൈസിസ് ആൻഡ് റിസഷൻ അക്രോസ് ദി വേൾഡ്, ലോകത്തൊട്ടാക്കി എന്ത് ചെയ്യുന്നു, എക്കണോമിക് ക്രൈസിസും റിസഷനും ഉണ്ടാവുകയാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനീസിനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ, ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഗ്രോത്ത് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ വളർച്ചയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ കമ്പനീസിനുള്ള. അതുപോലെ ഇൻക്രീസ് ഇൻ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ബിസിനസ് സ്ഥാപനങ്ങളുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ്. സോ അതൊരു പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കമ്പനീസിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ സ്പെഷ്യലൈസേഷൻ വരുത്താൻ സാധിക്കുന്നു. പ്രത്യേക മേഖലകളിൽ പ്രത്യേക സ്വാധീനം കൊടുക്കാൻ സാധിക്കുന്നു. ന്യൂ റവന്യൂ പൊട്ടൻഷ്യൽ, പുതിയ റവന്യൂ പൊട്ടൻഷ്യൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. ഗ്രേറ്റർ ആക്സസ് ടു ദി ടാലൻറ്റ്, സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ, എംപ്ലോയീസിനെ, അത്തരത്തിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ നമുക്ക് എന്ത് ചെയ്യുക, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ലേണിംഗ് എ ന്യൂ കൾച്ചർ, the cultural difference is very high between the countries. So through international marketing, Indian companies can learn a new culture. Exposure to foreign investment opportunity is another opportunity. Improving Indian companies' reputation in the foreign market is also an opportunity in international market. And diversify company market is also another opportunity. Then threats of Indian companies in international market. In international market, threats of Indian company mainly classified into two categories. Internal threats and challenges. It includes talent crunch, cultural impact, strong vision and credentials, and image of India. The image of India
is differ in several countries. Some of them are beliefs that India producing very less quality products. Then external threats and challenges includes liquidity problems, regulatory matters, managing merger and acquisition, slow global economic growth, fluctuating exchange value, failure to get right partner, so competition from products of many countries, political and legal environment of different country, impact of Brexit and terrorism are the external threats and challenges of Indian companies in international market. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.